നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ 32ാമത് ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ യാത്ര തിരിച്ച ആൽഫ സംഘം ഇന്ന് രാവിലെ ജമ്മുവിൽ എത്തിച്ചേർന്നു. ഇന്നു മുതൽ ഫെബ്രുവരി 2-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം 3-ാം തീയതി ആൽഫ പാലിയേറ്റീവ് ടീം അംഗങ്ങൾ തിരികെ നാട്ടിലേക്ക് തിരിക്കുന്നതാണ്. ഇന്ന് നടന്ന പ്രീ കോൺഫറൻസ് സെമിനാറുകളിൽ സംഘം പങ്കെടുത്തു. നാളെയാണ് കോൺഫറൻസിന് ഔദ്യോഗിക തുടക്കമാവുക. ഗുജറാത്ത് ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ഗീത ജോഷി, AAIMS പാലിയേറ്റീവ് മെഡിസിൻ HOD പ്രൊഫസർ സുഷമ ഭട്നാഗർ, കോൺഫറൻസ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ സുനാന ഗുപ്ത, ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ രാകേഷ് ഗുണ്ട തുടങ്ങിയവർ പ്രീ കോൺഫറൻസിന് നേതൃത്വം നൽകി. ആൽഫ പാലിയേറ്റീവ് കെയർ മതിലകം സെന്റർ അവലോകന യോഗം ഇന്ന് രാവിലെ നടന്നു. പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുജീബ് റഹ്മാൻ, മുൻ പ്രസിഡന്റും സെൻട്രൽ കൗൺസിൽ അംഗവുമായ ബഷീർ പുതിയ വീട്ടിൽ, മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ തറവാടിനെ പ്രതിനിധീകരിച്ച് ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ, സീനിയർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഫാബിൻ ബേബി എന്നിവർ പങ്കെടുത്തു. ആൽഫയുടെ ഡോക്ടേഴ്സ് ഹോം കെയറിനായി വാഹനം കൈമാറി. പുതിയതായി ചുമതലയേറ്റ ഡോക്ടർ ആമിന മജീദിനാണ് വാഹനം കൈമാറിയത്. ചാലക്കുടി, വെള്ളാങ്കല്ലൂർ, ഒല്ലൂർ സെന്ററുകളിലെ ഡോക്ടേഴ്സ് ഹോം കെയറുകൾക്കാണ് വാഹനം ഉപയോഗപ്പെടുത്തുക. ആൽഫ എടമുട്ടം ഹോസ്പിസിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ OS വർഗീസ് വാഹനത്തിന്റെ താക്കോൽ ഡോക്ടർ ആമിനയ്ക്ക് കൈമാറി. PRO താഹിറ മുജീബ് പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.